11 സ്റ്റേഷനുകളും 11 ട്രെയിനുകളുമായി ദുബൈയിൽ തുടക്കമിട്ട ട്രാമിൽ ഒരു വർഷത്തിനുള്ളിൽ ഇതുവരെയായി 37 ലക്ഷം പേരാണ് യാത്ര ചെയ്തത്. രാജ്യത്ത് പുതിയൊരു യാത്രാമാർഗം പരിചയപ്പെടുത്തുന്നതിനൊപ്പം വിനോദസഞ്ചാരത്തെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ദുബായ് ട്രാം. സമയനിഷ്ഠയും കൃത്യതയും ഉയർന്ന സുരക്ഷയും പാലിക്കാനാകുന്നുവെന്നതാണ് ട്രാമിന്റെ സവിശേഷതയെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്താർ അൽ തായർ പറഞ്ഞു. വേഗം കുറഞ്ഞതെങ്കിലും ദൈനംദിന ഹ്രസ്വദൂര യാത്രകൾക്കും മറീന, ജുമേറ ഭാഗങ്ങളിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും യാത്രക്കാർക്ക് ട്രാം ഉപകാരപ്പെടുന്നുണ്ട്. ട്രാമുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള പഠനങ്ങളും നടപടികളും അധികൃതർ ഇപ്പോഴും തുടരുകയാണ്. നിരവധി ഇന്റർസെക്ഷനുകളിലെ ഇടതുവളവുകൾ അടയ്ക്കുകയും വിവിധ പാർക്കിങ്ങുകൾ ഒഴിവാക്കുകയും ഇന്റർസെക്ഷനിലെ ബസ് സ്റ്റോപ്പ് മാറ്റുകയും ചെയ്തു. സ്വകാര്യ വാഹന ഉടമകൾക്കിടയിൽ ട്രാം യാത്ര പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്റ്റേഷൻ പരിസരങ്ങളിൽ പ്രത്യേകം കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പാതയ്ക്ക് സമാന്തരമായി സൈക്ലിംഗ് ട്രാക്കും നിർമ്മിച്ചു. ഭാവിയിൽ അൽസഫ്വ, മറീന പ്രദേശങ്ങളിലെ ജനസാന്ദ്രത ക്രമാതീതമായി വർദ്ധിക്കാനിടയുണ്ടെന്ന പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മേഖലയിൽ ട്രാം സർവീസിന് തുടക്കമിട്ടത്. മെട്രോയ്ക്ക് ശേഷം പൊതുഗതാഗത രംഗത്ത് ദുബായ് നടത്തിയ ട്രാം പരീക്ഷണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1, ദുബായ്.